Hi, this is Shruti Bala. Welcome to my YouTube channel. So today, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഗ്ലാസ് പെയിൻറ്റിങ്. ഞാൻ ചെറിയ കുട്ടിയായിട്ടിരിക്കുമ്പോൾ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാനൊക്കെ. സോ ഇപ്പോൾ ഈ കോവിഡ് ടൈമിൽ നമുക്കത് ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെ ആവുന്നുണ്ട്, കറക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത്. സോ അതിനായിട്ട് നമുക്കിതിൽ വേണ്ട ഇത് എന്താണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് പീസ്, പ്ലെയിൻ ഗ്ലാസ് നമുക്ക് ഗ്ലാസ് കടയിൽ ചോദിച്ചാൽ അവർ നമുക്ക് ഇഷ്ടപ്പെട്ട ഡയമെൻഷനിൽ അവരത് കട്ട് ചെയ്ത് തരും. അതല്ലെങ്കിൽ ഇപ്പോൾ ഗ്ലാസ് പെയിൻറ്റിങ് കിറ്റായിട്ട് തന്നെ, ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കിറ്റായിട്ട് തന്നെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. സോ ഞാനിതിൽ യൂസ് ചെയ്യുന്നത് ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇതിലുണ്ടാവും, ഇതിലൊരു ഗ്ലാസ് ലൈനർ അവർ അതിൻ്റെ ഒപ്പം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് ഔട്ട്ലൈൻ ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 2 to 3 hours നമ്മളത് വെക്കണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കളർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്പ്രെഡ് ആവാതെ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഔട്ട്ലൈൻ ഞാനൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ എന്നാലേ അത് നമുക്ക് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗണപതിയുടെ ഫോട്ടോ ആണ്. ഇപ്പോൾ ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കൊന്നും കോംപ്ലിക്കേറ്റഡ് അല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വല്ല ഫ്ലവേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് അതിൻ്റെ താഴെ നമ്മളുടെ ട്രേസിങ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇതെന്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് അങ്ങനെ വരച്ച് ആ ഔട്ട്ലൈനർ വെച്ച് നമുക്കത് വരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു തെർമോകോൾ പേപ്പറിൻ്റെ മുകളിലാണ് ഈ ഗ്ലാസ് വെച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഏതാണ്, അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓരോ ചെറിയ അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം.
മസ്റ്റായിട്ടും നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു ഫസ്റ്റ് കോട്ട് നമ്മൾ ഈ ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെ ഈ ഫസ്റ്റ് കോട്ട് നമ്മൾ കൊടുത്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 3 hours എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം അതിൻ്റെ സെക്കൻഡ് കോട്ട് കൊടുത്തിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതല്ലാതെ നമ്മൾ എന്താ പറയുക തിരക്ക് പിടിച്ചിട്ട് നമ്മൾ സെക്കൻഡ് കോട്ട് അപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തം എല്ലാ കളേഴ്സും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവും. സോ ഇപ്പം ഞാൻ ഇതിൽ ഒരു കോട്ടേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെതായിട്ടുള്ള ഇംപെർഫെക്ഷൻസ് ഇതിലുണ്ടാവും. കാരണം എനിക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കോട്ടേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു കോട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 hours വെയിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് നമ്മൾ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അതിൻ്റെ വീണ്ടും അതിൻ്റെ മേലെ നമ്മൾ എന്ത് കളേഴ്സാണോ കൊടുത്തിട്ടുള്ളത് അത് റീഅപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ഒരു എന്താ പറയുക നല്ലൊരു പോളിഷ്ഡ് ഫിനിഷ് നമുക്ക് കിട്ടും. If you like my video, please do share, subscribe and like for more updates. Thank you.